പറയുന്നതിനോടൊക്കെ എന്താ പറയാനുള്ളത്? ഞാൻ നേരിട്ട് നല്ല സുന്ദരിയാണ്, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എന്നെ നേരിട്ട് കാണുന്നവർക്കും അവർക്കറിയാം ഞാൻ സുന്ദരിയാണ്. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇത്തരത്തിൽ കമന്റ് ചെയ്യുന്നവർക്ക് രൂക്ഷമായിട്ടൊരു മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തിനാണ് അവരവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്, നമ്മള് നമ്മുടെ കാര്യം പറയുന്നു. ദൈവമേ, എനിക്ക് എന്തിനിത്ര സൗന്ദര്യം തന്നു? സൗന്ദര്യം ഒരു ശാപമാണോ ചേട്ടാ? എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സത്യത്തിൽ രേണുസുതിയെ ട്രോളിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും മുഴുവൻ കാണാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ ഒരു സ്ട്രെസ് റിലീഫ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരുപാട് പേര് ടെൻഷൻ അടിച്ചും വിഷമിച്ചും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചിരിക്കാനുള്ള ഒരു സ്ട്രെസ് റിലീഫ് ആയിരിക്കും ഈ ഒരു വീഡിയോ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് മറക്കരുത്. നമ്മുടെ രേണുസുതിയുടെ വീഡിയോ കണ്ടായിരുന്നല്ലോ. ചുള്ളത്തിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. നമുക്കില്ലാതെ പോയതും അതൊക്കെ തന്നെയാണ്. എനിക്കില്ലാട്ടോ കുറച്ച് കോൺഫിഡൻസ് കുറവ്, എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ രേണുസുതിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതിനെ കോൺഫിഡൻസ് എന്നും പറയാം, കുറച്ച് തൊലിക്കട്ടിയെന്നും പറയാം. എന്തായാലും ചുള്ളത്തി ഭയങ്കര സുന്ദരിയാണെന്നാണ് ചുള്ളത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ തന്നെ കേട്ടതാണല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യകതയൊന്നുമില്ലല്ലോ. ചുള്ളത്തി ഭയങ്കര സുന്ദരിയാണ്. അതും നേരിട്ട് കാണുന്നവർക്കാണ് ഞാൻ ഭയങ്കര സുന്ദരിയാണെന്ന് മനസ്സിലാവും. പക്ഷെ ക്യാമറ കണ്ണുകളിലൂടെ നോക്കുന്ന സമയത്ത് മാത്രം എനിക്ക് അത്ര സൗന്ദര്യമൊന്നും തോന്നില്ല. പല്ലിന്നും എലിന്നും ഒക്കെ എന്നെ വിളിക്കാനായിട്ട് തോന്നും. പക്ഷെ നേരിട്ട് കണ്ടവരാരും തന്നെ ഞാൻ സുന്ദരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല പോലും. അതുമാത്രമല്ല, എനിക്ക് ഒടുക്കത്തെ ബോഡി ഷേപ്പ് കൂടിയാണ്. അത് നിങ്ങൾക്കറിയാമോ? ആ ഒരു വീഡിയോ കണ്ടിട്ട് വരൂ. പറയാറുണ്ടല്ലേ കോലി പോലാണേലും കുറച്ച് ഷേപ്പൊക്കെ ഉള്ളതുകൊണ്ട് ചേരും. ഞാൻ തന്നെ പറയാം കേട്ടോ, എന്റെ സ്വയം പ്രമോഷൻ. ഉണ്ട്, എനിക്ക് അത്യാവശ്യം ഷേപ്പ് ഉണ്ട് ബോഡിക്ക്. കോലി പോലെയാണെങ്കിലും എനിക്ക് ഒടുക്കത്തെ ബോഡി ഷേപ്പാണെന്ന് ഞാൻ തന്നെ പറയുന്നു. എനിക്ക് തന്നെ അറിയാം ഞാൻ നല്ല ബോഡി ഷേപ്പാണെന്ന്. കോല് പോലെ ഇരുന്നാലും എനിക്ക് സാരി എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല ബോഡി ഷേപ്പാണ്. ഞാൻ സുന്ദരിയല്ലേ ചേട്ടാ? അതുകൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, എനിക്ക് ആലില വയറാണ്. ആലില വയറിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് രേണുസുതി പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എനിക്ക് എൻ്റെ വയറിൻ്റെ കാര്യത്തിൽ അഭിമാനമാണ്. ഒരു പ്രസവമൊക്കെ കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ വയറിരിക്കാനും വേണം ഒരു ഭാഗ്യം, ഒരു യോഗം. അതുകൊണ്ട് തന്നെ എനിക്ക് ആലില വയറാണെന്നാണ് പറയുന്നത്. നോക്കൂ നോക്കൂ, സന്തോഷം. എല്ലാവരും ആലില വയറാണെന്ന് പറയുന്നുണ്ട് ഇത്രേ. വീഡിയോ കാണുന്നവരെ അല്ലാതെ ഈ രേണുസുദിനെ കാണുന്നവരൊക്കെ ആലില വയറാണെന്ന് പറയുന്നുണ്ടെന്ന്. അപ്പൊ എല്ലാവർക്കും കാണിച്ചുകൊണ്ടാണ് ചുള്ളത്തി നടപ്പ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും പറയുന്നത്. ആ വയറങ്ങ് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ സുധിച്ചേട്ടൻ ഇതൊക്കെ പറയാറുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് സുധിച്ചേട്ടനെ ഞാൻ സാരി ഉടുക്കുന്നത് ഇഷ്ടമല്ലാത്രേ. സുധിച്ചേട്ടനെ ഞാൻ മോഡേൺ വസ്ത്രങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഡ്രസ്സ് ഇടുന്നത് സുധിച്ചേട്ടനെ ഇഷ്ടമുള്ളൂ. സുചേട്ടൻ ഭർത്താക്കന്മാരാകുമ്പോ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഭാര്യമാര്. പക്ഷെ എന്നാലും ചേട്ടൻ ഇഷ്ടം ഞാൻ ഈ കുഞ്ഞു ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. അതായിരുന്നു മോഡേൺ ഡ്രസ്സായിരുന്നു. സുധിച്ചേട്ടന് ഞാൻ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ ഇടുന്നതേ സുധിച്ചേട്ടനെ ഇഷ്ടമുള്ളൂ. ഇത് മാത്രല്ല, വലിയൊരു സംഭവം ഉണ്ട് ഇതിൽ കൂടുതൽ പറയാനായിട്ട്. നമ്മുടെ ശോഭനയ്ക്ക് ശേഷം ഇനി ആര് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. കേരളത്തിൽ ശോഭനയ്ക്ക് ശേഷം ഇനി ആര് എന്നുള്ളത്. ഇപ്പൊ തമിഴിലും ഹിന്ദിയിലൊക്കെ ജ്യോതികയും വിദ്യാബാലനൊക്കെ അഭിനയിച്ച് അവിടെയൊക്കെ കുറച്ചൊക്കെ ശരിയെങ്കിലും ശോഭനയൊപ്പം എത്താനായിട്ട് ആർക്കും സാധിച്ചിരുന്നില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്ന് രേണുസുതി ഇതാ എത്തിയിരിക്കുന്നു നാഗവല്ലിയായി. ഒന്ന് കണ്ടു നോക്കൂ. നാഗവല്ലി നോക്കുമ്പോൾ നോക്കാവോ? ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാതെ അവിടെ നോക്കിയേ, അപ്പുറത്ത് നോക്കിയേ, എന്നിട്ട് പതിയെ തിരിഞ്ഞ്. കണ്ടില്ലേ കണ്ടില്ലേ, എങ്ങനെയുണ്ട് നാഗവല്ലി? സൂപ്പറായിട്ടില്ലേ? ആ മുഖത്ത് വരുന്ന ആ ഭാവങ്ങൾ, ആ ഒരു രീതികൾ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇനി ശോഭനയ്ക്ക് ശേഷം ആര് എന്നുള്ളതിൽ നിങ്ങൾക്കാർക്ക് സംശയമില്ലല്ലോ അല്ലേ? അതുമാത്രല്ല, നവരസങ്ങൾ മുഖത്ത് വരുത്താനായിട്ട് ഇവിടെ രേണുസുതിയെ കഴിഞ്ഞിട്ട് ആളുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ അറിവ്. നമ്മുടെ ജഗതി ചേട്ടനൊക്കെ മുമ്പ് ശ്രീനിവാസനെ നവരസങ്ങൾ പഠിപ്പിച്ചില്ലേ? അതുപോലെ ഇപ്പൊ എന്ത് രസമായിട്ടാണെന്നറിയോ നവരസങ്ങൾ രേണുസുതി മുഖത്ത് വരുത്തുന്നത്. ആ നവരസങ്ങളൊന്ന് കണ്ടു നോക്കൂ സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട് നവരസങ്ങൾ? എനിക്ക് അത്രയ്ക്ക് ഒത്തില്ല എനിക്ക് കേട്ടോ. അവിടുത്തെ നവരസങ്ങളിലൊപ്പം എത്താനായിട്ട് എനിക്ക് കഴിയൂ. എന്താണ് ആ നവരസങ്ങൾ, ആ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, എക്സ്പ്രഷൻസ്. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഈ അടുത്തിറങ്ങിയ മറ്റൊരു വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നില്ലേ? ആ ഒരു ബോഡി ഷേപ്പും ആ എക്സ്പ്രഷൻസും എല്ലാം അടങ്ങിയ ആ ഒരു വീഡിയോ, അതുകൂടി കണ്ടിട്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം.
നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നോക്ക് നോക്ക്, ആ വീഡിയോയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഒരു ബോഡിയുടെ ഷേപ്പ്, ആ മുഖത്ത് വരുന്ന ഭാവങ്ങൾ, ഒരു പാല് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സൗന്ദര്യം എന്താണല്ലേ. പിന്നൊരു കാര്യം, ഞാൻ രേണുസുധീനെ ബോഡി ഷെയിമിങ് ചെയ്തു, ട്രോൾ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ട് ആരും വന്നേക്കരുത്. ഇതൊന്നും തന്നെ ഞാൻ സ്വന്തമായി പറഞ്ഞതല്ല. ഇതെല്ലാം തന്നെ രേണുസുധി തന്നെ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പെങ്കൊച്ചിനാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നുകൊണ്ട് എല്ലാവരും ചോദിക്കും, ചേച്ചി ഇന്ന് ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, ചേച്ചിയുടെ ഡ്രസ്സിന്റെ വില എന്താണ്, ചേച്ചിയുടെ ചെരുപ്പിന്റെ റേറ്റ് എന്താണ്, ചേച്ചി ഒന്ന് നാഗവല്ലിയായിട്ട് അഭിനയിക്കാമോ, ചേച്ചി മുഖത്തൊന്ന് ആ നവരസങ്ങൾ വരുത്താമോ, ചേച്ചിയുടെ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കുന്നത്, ചേച്ചി ഒന്നോരം ചോറുണ്ണും, ചേച്ചി ഒന്നോരം ദോശ തിന്നും, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ചേച്ചിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്, ചേച്ചിയുടെ ആ നീലക്കണ്ണുകൾ ലെൻസ് വെച്ചിട്ടുള്ള കണ്ണാണെന്ന് അവർക്കറിയത്തില്ല എന്നുള്ള പോലെയാണ് അവരുടെ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ. ആ ചേച്ചിയുടെ ആ നീലക്കണ്ണുകൾ എങ്ങനെയാണ് വന്നത്, ഓരോ ദിവസം തോറും ചേച്ചി സൗന്ദര്യം കൂടി വരുന്നുണ്ടോ, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ എണ്ണം ക്യാമറയും തൂക്കിക്കൊണ്ട് പിന്നാലെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സുധി ചേച്ചിക്ക് പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഇതിനൊക്കെ ഉത്തരം പറയാതെ രേണുസുധിക്ക് ഒരു ഉറക്കം വരില്ല. പറഞ്ഞത് ഏത് ചോദ്യത്തിനും എൻ്റെ അടുത്ത് ഉത്തരങ്ങളുണ്ട് എന്നാണ് രേണുസുധി പറയുന്നത്. അപ്പൊ ആരെന്ത് ചോദിച്ചാലും അവിടെ കൃത്യമായിട്ട് ഉത്തരമുണ്ട്. പക്ഷേ ഇവിടെ മനസ്സിലാവേണ്ട കാര്യമുണ്ട്. ഈ കാണിച്ചു കൂട്ടുന്നെല്ലാം കോമാളിത്തരങ്ങളായിട്ടേ കാണുന്ന പ്രേക്ഷകർ കാണുന്നുള്ളൂ. ഈ പറയുന്ന ക്യാമറാമാൻ അല്ലെങ്കിൽ ഇവരുടെ പുറകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ക്യാമറാമാൻമാരുണ്ടല്ലോ, അവരുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി അവരൊരു ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവരതിന്റെ പുറകെ നടക്കുന്നു. സത്യത്തിൽ അവർ അടക്കി പിടിച്ച് ചിരിക്കാണ് എൻ്റെ പൊന്നു രേണു. അല്ലാതെ അവർക്ക് എന്താ വട്ടുണ്ടോ ഈ വക കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് നിന്നെ അങ്ങ് പൊക്കി അങ്ങ് അടിച്ചുകൊണ്ട് നടക്കാനായിട്ട്? അവരിതെല്ലാം കണ്ടുകൊണ്ട് ചിരിക്കാണ്. നിന്റെ മുഖത്തൊക്കെ ചിരിക്കുന്നില്ലെങ്കിൽ പോലും ഉള്ളോണ്ട് ചിരിക്കുന്നു. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് നന്നായിട്ട് കളിയാക്കി കോമാളിയാക്കി ചിരിക്കുന്നുണ്ട്. എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കോമാളിയാവുന്നത്? അതിന്റെ ആവശ്യം എന്തിരിക്കുന്നു? ഈ അടുത്ത രേണുസുധി ഒരു പാട്ട് പാടിയതിന്റെ ഞാൻ കുറച്ച് കേട്ടിരുന്നു. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചെയ്ത നല്ലതെന്ന് തന്നെ നമ്മൾ പറയണല്ലോ. പക്ഷെ എനിക്ക് അഭിനയത്തിന്റെ കാര്യത്തിൽ എനിക്ക് രേണുസുധിനെ ഒരിക്കലും അത്രയ്ക്ക് അങ്ങ് പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടില്ല. എന്തായാലും എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു. പലർക്കും ചിലപ്പോൾ നല്ല അഭിപ്രായം ആയിരിക്കാം, എനിക്ക് തോന്നിയിട്ടില്ല അതിന് മാത്രം. പക്ഷെ പാടിയത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ലത് ചെയ്തതെന്ന് വെച്ചാൽ നല്ലതെന്ന് തന്നെ നമ്മൾ പറയും. നമുക്കിപ്പോൾ എന്താണ്, നമുക്ക് ട്രോളാനുള്ള അവസരം നിങ്ങൾ തന്നെ തരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞ് ട്രോളുന്നത്. അല്ലാതെ നമുക്ക് വെറുതെ ഇരുന്നിട്ട് രേണുസുധിനെ കുറ്റം പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷെ രേണുസുധിയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഞാനങ്ങ് സംഭവമായതുകൊണ്ട് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും എൻ്റെ അടുത്തുള്ള അസൂയാണെന്നാണ്. ആ അസൂയ കാരണമാണ് എല്ലാവരും എന്നെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ്. പക്ഷെ ഈ വക കാട്ടായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ആരാണ് എൻ്റെ പൊന്നു രേണുസുധി പറയാതിരിക്കുന്നത്? രേഷ്മ പി തങ്കച്ചോ, പിന്നെ ഒരു ചേച്ചി എനിക്ക് ഇടയ്ക്ക് കമന്റ് ചെയ്യാറുണ്ട്, ഞാൻ രേണു കുട്ടി, രേണു മോളെ എന്നൊക്കെ ഇടയ്ക്കൊന്ന് പറയാലുണ്ട്. എന്തിനാ കൊച്ചെ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു മാന്യത കീപ്പ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിച്ചു പോകുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എനിക്കിപ്പോൾ രേണുവിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ദേഷ്യവും കലിപ്പൊന്നുമില്ല. പക്ഷെ ഈ കോമാളിത്തരങ്ങൾ, ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത്? ഇതിപ്പോൾ ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ അടുപ്പിച്ച് കണ്ട സമയത്ത് എനിക്ക് തന്നെ തോന്നി, എന്തിനാണ് ഈ കൊച്ചി ഇത്രയും കോപ്രായങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്? ഒരു തരത്തിലും എന്താ പറയാ, ഇപ്പൊ ബാത്റൂമിൽ മാത്രം ക്യാമറ ഇല്ലാത്തുള്ളൂ എന്ന് തോന്നുന്നു രേണുസുധിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ രേണുസുധിനെ എവിടെയൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഒക്കെ നോക്കിയാണ്ട് ക്യാമറയാണ് പുറകെ ഫുൾ ടൈം. കുടുംബത്തെ കൊച്ചിനെ നോക്കാൻ നേരമില്ല. ആ കൊച്ചിനെ നോക്കാനായിട്ട് ഒട്ടും നേരമില്ല. ആരെയൊക്കെയോ കൊണ്ടുപോയി നോക്കിക്കോളാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. വല്ലപ്പോഴും വീട്ടിലേക്ക് വരുന്ന ആള്. ബാക്കി ഈ ക്യാമറയ്ക്ക് മുന്നേ പോയിരുന്നുകൊണ്ട് എന്തും ചെയ്യാനായിട്ട് ഭയങ്കര നേരമാണ്. ആർക്കൊക്കെ ചോറ് വാരി കൊടുക്കണം, ആരൊപ്പൊക്കെ ഇരിക്കണം, ആരൊപ്പൊക്കെ ഫോട്ടോ എടുക്കണം. എൻ്റെ പൊന്നോ, എന്തിനൊക്കെ നേരം കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പോൾ ഈ കൂടെ നടക്കുന്ന ആൾക്കാർക്കൊന്ന് ഉപദേശിച്ചു കൊടുത്തൂടെ? എൻ്റെ പൊന്നു രേണു ചേച്ചി, എന്തിനാ ഇങ്ങനെ കോപ്രായങ്ങൾ കാണിക്കുന്നത്? മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ അപഹാസ്യമാവാനായിട്ട് എന്തിനാണ് നിന്നു കൊടുക്കുന്നത്? കുറച്ചൊക്കെ ഒരു മാന്യത ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകുക. ചേച്ചി ഇങ്ങനെയൊന്നും കാണിക്കല്ലേന്ന് ആ കൂടെ നടക്കുന്നവർക്കൊന്ന് ഉപദേശിച്ച് കഴിഞ്ഞാൽ നന്നാവുമായിരുന്നു. അതിനെങ്ങനെയാ കൂടെ നടക്കുന്നവർ ഇത്തിക്കണ്ണികളല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ ഫേമസ് എങ്ങനെയാവാം? ആ കൂടെ നടന്നുകൊണ്ട് ആ നെഗറ്റീവ് ഇമേജ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഫേമസ് ആവാം എന്നാലോചിച്ചുകൊണ്ട് കൂടെ നടക്കുന്ന കുറെ എണ്ണുണ്ട് കൂടെ. അവറ്റങ്ങൾ പിന്നെ നല്ലത് പറഞ്ഞു കൊടുക്കൂ. കാരണം ഇങ്ങനെ കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ആളുടെ കൂടെ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഫേമസ് ആവുന്നത്. അപ്പൊ പിന്നെ ആള് കോമാളിയാവുന്നു, ഞാൻ നല്ല
ഇതിലാവുന്നു. കാരണം കൂടെ നടക്കുന്ന ആൾക്ക് അത്ര മോശം ഇമേജ് ഒന്നുമില്ല. കൂടെ നടക്കുന്നതിന്റെ ആ ഒരു കളിയാക്കൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ അഭിനയത്തിലും കാണാനായിട്ടും അല്ലാതെ ഇങ്ങനെയുള്ള കോപ്രായങ്ങളും ഒന്നുമില്ല. അപ്പൊ പിന്നെ ആൾക്ക് ആ ഒരു ഇതല്ലേ ഉള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പോസിറ്റീവ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഈ നെഗറ്റീവ് ഇമേജ് കൊണ്ട് പ്രശസ്തി അങ്ങ് നേടുകയും ചെയ്യാം. രേണുവിന്റെ ആ ഒരു പുറകെ നടന്നുകൊണ്ട് ഇത്തിക്കണ്ണിയായി നിന്നുകൊണ്ട്. അപ്പൊ എങ്ങനെയാണ് ഉപദേശിക്കുന്നത്? ഈ രേണുവിന്റെ അടുത്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപദേശിച്ചതിനെ നന്നാക്കാനായിട്ട് നോക്കൂ. ഇപ്പൊ അഭിനയിക്കണ്ടാന്നോ, മീഡിയയ്ക്ക് മുന്നിൽ വരണ്ടാന്നോ, ക്യാമറയ്ക്ക് മുന്നിൽ വരണ്ടാന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് കോപ്രായങ്ങളൊക്കെ ഒന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കൊച്ചിനെ തന്നെ നല്ലത്. അത്രേ എനിക്ക് പറയാനുള്ളൂ.